ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയൂ, സമയം സമാഗതമാ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം, സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം, സ്നേഹരക്ഷകനേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആഗമനകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണെന്ന്. അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഉണ്ണീശോയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മൾ യോഗ്യരായി തീരുവാൻ ഇന്നത്തെ വായനകളിൽ ദൈവം നമുക്ക് നൽകുന്നത് നിനക്കെൻ്റെ കൃപ മതി എന്ന വചനമാണ്. ദാവീദ് രാജാവിനോട് ദൈവം വലിയ കൃപ കാണിക്കുന്നു. പൗലോസ് ശ്ലീഹായോട് ദൈവം വലിയ കൃപ കാണിക്കുന്നു. ഇതാ പരിശുദ്ധ മാതാവിനോടും ദൈവം കൃപ കാണിക്കുന്നു. മാതാവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വലിയൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അഭിഷേകമുള്ള, ദൈവത്തിൻ്റെ കൃപയുള്ള മക്കളായി തീരുവാൻ ഈ പരിശുദ്ധമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യോഗ്യതയില്ല, നമുക്കൊന്നും അവകാശപ്പെടാനില്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ കൈപിടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കാം. കരങ്ങൾ കോപ്പാം. കർത്താവിന് ക്രിസ്തുവത്തെ ധ്യാനിക്കാം. ഈശോയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാപങ്ങൾ ഏറ്റുവെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ മാനസങ്ങളിൽ അങ്ങേ കൃപ സമൃദ്ധമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മധ്യസ്ഥയാൽ
അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും വഴി ഉയർപ്പിന്റെ മഹത്വത്തിൽ എത്തിച്ചേരുവാൻ കൃപ നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആഗമനകാലം 4-ാം ഞായർ. 1-ാം വായന രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങൾ വിഭാടനം ചെയ്തു. കർത്താവ് ദാവീദിന് സ്വൈര്യത നൽകി. ഒരിക്കൽ രാജാവ് സ്വഭവനത്തിൽ ഇരിക്കുമ്പോൾ പ്രവാചകനായ നാത്തോനോട് ചോദിച്ചു, ഞാൻ ദേവദാരു വൃക്ഷം കൊണ്ടുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ കർത്താവിൻ്റെ പേടകം ചർമ്മനിർമ്മിതമായ കൂടാരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് നീ കാണുന്നില്ലേ? നാത്താൻ പ്രതിവചിച്ചു, അങ്ങ് ചെന്ന് അങ്ങയുടെ മനോഗതമനുസരിച്ച് ചെയ്യുക. കർത്താവ് അങ്ങയുടെ കൂടെയുണ്ട്. ആ രാത്രി കർത്താവിൻ്റെ വചനം നാത്താൻ ശ്രവിച്ചു. എനിക്കധിവസിക്കുന്നതിന് നീ ഒരാലയം നിർമ്മിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നതായി എൻ്റെ ദാസൻ ദാവീദിനോട് നീ ചെന്ന് പറയുക. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഭരണാധിപനാവുന്നതിന് മേച്ചിൽ സ്ഥലങ്ങളിൽ ആളുകളുടെ പിന്നാലെ നടന്നിരുന്ന നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. മാത്രമല്ല നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ സകല ശത്രുക്കളുടെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ചു കളഞ്ഞു. ഭൂമിയിലെ മഹാരഥന്മാരുടെ പട്ടികയിൽ നിൻ്റെ നാമവും ഞാൻ ചേർക്കും. എൻ്റെ ജനതയായ ഇസ്രായേലിന് ഒരു സ്ഥലം നിശ്ചയിച്ച് ഞാൻ അവരെ അതിൽ പാർപ്പിക്കും. അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ ഞാൻ ഉറപ്പിക്കും. എൻ്റെ ജനതയായ ഇസ്രായേലിന് ന്യായാധിപന്മാരെ നിശ്ചയിച്ചു കൊടുത്ത കാലത്തെന്ന പോലെ ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. നിൻ്റെ സകല ശത്രുക്കളെയും തോൽപ്പിച്ച് ഞാൻ നിനക്ക് സ്വൈരത നൽകും. കർത്താവ് നിനക്ക് ഒരു ഗൃഹം ഉണ്ടാക്കിത്തരുമെന്ന് കർത്താവ് തന്നെ നിന്നെ അറിയിക്കുന്നു. എൻ്റെ മുമ്പിൽ നിൻ്റെ ഭവനവും നിൻ്റെ രാജ്യവും എന്നേക്കും വിശ്വസ്തവും നിൻ്റെ സിംഹാസനം സദാ സുസ്ഥിരവുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. തലമുറകൾ തോറും അങ്ങയുടെ വിശ്വസ്തത എൻ്റെ അധരങ്ങളാൽ ഞാൻ അറിയിക്കും. എന്തെന്നാൽ എൻ്റെ കാരുണ്യം എന്നേക്കും സ്ഥാപിതമായിരിക്കുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. സകല തലമുറകൾക്കുമായി നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. അങ്ങ് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷയുടെ ശിലയുമാണ് എന്ന് അയാൾ എന്നോട് പറയും. ഞാൻ എന്നേക്കും എൻ്റെ കാരുണ്യം അയാളുടെ മേൽ വർഷിക്കും. അയാളുടെ കൂടെ എൻ്റെ ഉടമ്പടി സ്ഥിരമായിരിക്കും. കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്നേക്കും പാടും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 25 മുതൽ 27 വാക്യങ്ങൾ. പൂർവ്വകാലങ്ങളിൽ നിഗൂഢമായിരുന്നതും നിത്യനായ സർവേശ്വരൻ്റെ ആജ്ഞാനുസാരം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പ്രത്യാശമായതും വിജാതീയരെ വിശ്വാസത്തിലേക്ക് അനയിക്കുവാൻ വേണ്ടി പ്രസിദ്ധമാക്കിയതുമായ അജ്ഞാത വെളിപാടിൽ, അതായത് ഈശോമിശിഹായുടെ പ്രബോധനങ്ങളിലും എൻ്റെ സുവിശേഷത്തിലും നിങ്ങളെ സ്ഥിരീകരിക്കാൻ കഴിയുവാനും ഏകനും സർവശക്തനുമായ ദൈവത്തിന് ഈശോമിശിഹ മുഖാന്തരം എന്നേക്കും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 6-ാം മാസം ഗലീലയിലെ ഒരു നഗരമായ നസ്രത്തിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യൗസേപ്പിനെ വിവാഹം നിശ്ചയം ചെയ്യുന്ന കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൈവദൂതൻ കന്യകയെ സമീപിച്ച്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, സ്ത്രീകളെ നീ അനുഗ്രഹീത, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് അവളെ അഭിവാദനം ചെയ്തു. ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിനെ ഈശോ എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവിടത്തേക്ക് നൽകും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവിടുന്ന് എന്നേക്കും രാജാവായി വാഴും. അവിടെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും. അപ്പോൾ മറിയം ദൈവദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന അവൾക്കത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഉടനെ മറിയം പ്രതിവചിച്ചു, ഇതാ കർത്താവ് ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നെ സംഭവിക്കട്ടെ. ഉടനെ ദൈവദൂതൻ അവളുടെ അടുക്കൽ നിന്ന് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹ വാത്സല്യം നിറഞ്ഞവരെ, സുന്ദരമായ ആഗമനകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയായ ഈ ദിവസത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും ആത്മാർത്ഥമായി നേരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിശുദ്ധമായ വായനകളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് അവിടുത്തെ കൃപ നിനക്ക് മതി. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, കർത്താവേ, ഒരു മുള്ളൻ്റെ ഹൃദയത്തിലുണ്ട്, ആ മുള്ളൻ എടുത്തു മാറ്റണമേ. അപ്പോൾ ദൈവം പറയുന്നത് എന്താണ്? മകനെ, നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കൃപയുള്ള മക്കളായി തീരുവാൻ, അഭിഷേകമുള്ള മക്കളായി തീരുവാൻ, ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള മക്കളായി തീരുവാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധ മാതാവിൻ്റെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സൗഭാഗ്യമില്ല ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന, ഒരു പുരുഷൻ ലഭിക്കാവുന്ന, ഒരു മകന് ലഭിക്കാവുന്ന, ഒരു മകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിശേഷമാണ് ദൈവകൃപ നിറഞ്ഞവരെന്ന്. അത് പരിശുദ്ധ മാതാവിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ നാം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിച്ചു. മാതാവ് പാവമില്ലാതെ പരിശുദ്ധയായി ജനിച്ചു എന്നാണ് വിശുദ്ധ വചനങ്ങൾ, വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ ഓരോ ദിവസവും ദൈവകൃപയിൽ ജീവിക്കുക. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ അതിനൊപ്പനമായിട്ട്
ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുക. ഇന്നത്തെ ഒന്നാമത്തെ വായന ശ്രദ്ധിച്ചാൽ അത് സുന്ദരമാണ്. ദാവീദ് രാജാവ് ദേവദാരുക്കൾ കൊണ്ട് മനോഹരമായ രാജകൊട്ടാരമാണ് പണിതിരിക്കുന്നത്. ഈ രാജകൊട്ടാരത്തിൽ അദ്ദേഹം വസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ വേദന. ഞാൻ രാജകൊട്ടാരത്തിൽ വസിക്കുന്നു, എൻ്റെ ദൈവം ഇതാ ഒരു പേടകത്തിൽ മാത്രമാണ്, ഒരു ചെറിയ പേടകത്തിലാണ് വസിക്കുന്നത്. അദ്ദേഹം ദാവീദ് രാജാവ് നാത്താൻ എന്ന പ്രവാചകനെ വിളിച്ച് പറയുന്നത്, പ്രവാചക, ഞാൻ വസിക്കുന്നത് സുന്ദരമായ മനോഹരമായ ദേവദാരുക്കൾ കൊണ്ട് നിർമ്മിച്ച സുന്ദരമായ രാജകൊട്ടാരത്തിലാണ്. എൻ്റെ ദൈവം വസിക്കുന്നത് ഒരു പേടകത്തിലാണ്. എൻ്റെ ദൈവത്തിന് ഞാനൊരു ആലയം പണിയട്ടെ. നാത്താൻ പ്രവാചകൻ പറയുന്നു, അങ്ങ് ചെയ്തു കൊള്ളുക. പ്രിയമുള്ളവരെ, അന്ന് രാത്രി ദാവീദ് രാജാവ് കിടന്നുറങ്ങുമ്പോൾ ഇതാ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ദാവീദേ, നിനക്ക് നിന്റെ രാജ്യവും നിന്റെ നഗരവും നിന്റെ രാജകുടുംബവും എല്ലാം എന്നും സുസ്ഥിരമായിരിക്കും. നീ എനിക്ക് വേണ്ടി ഒരിക്കലും ദേവാലയം പണിയേണ്ടെന്നാണ് ദൈവമായ കർത്താവ് പറയുക. നാത്താൻ വഴി ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, കീഴ്മേൽ മറിയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. അതായത് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് വചനം പറയുക, നീ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വരിക, എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും വേറെയാണ്. ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം നാം കാണണം. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് കാണുന്നത്, ദൈവം എന്താണ് നാം ഇന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് ദാവീദ് രാജാവിൻ്റെ സ്വപ്നവും പ്രതീക്ഷയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ദാവീദിലൂടെ അവിടെ നിന്ന് വെളിപ്പെടുത്തുക. ദാവീദ് ഒരു ഇടയ ചെറുക്കൻ, വെറും ഒരു ബാലൻ. ഈ ബാലിനെ കൊണ്ടാണ് ഒരു കവണിയും 2 കല്ലും കൊണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ ശക്തിയാൽ ഗോലിയാത്ത് എന്ന ഭീമാകാരനായ മനുഷ്യനെ തറപറ്റിക്കുകയാണ്. ദാവീദ് താഴെ വീണടക്കുന്ന ഗോലിയാത്തിൻ്റെ അരയുന്നു വാളുപോലെ ദാവീദ് ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയും ദൈവം തിരഞ്ഞെടുത്ത ഇടയ ബാലനാണ് രാജാവായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്തവനെ ദൈവം അനുഗ്രഹങ്ങളുടെ ഇസ്രായേൽ രാജാവായി ഉയർത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ രാജ്യം, നിൻ്റെ ഭവനം, നിൻ്റെ നഗരം സുസ്ഥിരമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. എപ്പോഴും ദൈവവിചാരത്തോടെ ദൈവം പറയുന്ന പോലെ ജീവിച്ച മനുഷ്യനാണ് ദാവീദ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവം പറയുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും ജീവിക്കുക. ഇന്നത്തെ 2ാം വായന പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എന്ന ലേഖനമാണ്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴിയും എല്ലാ രാജാക്കന്മാർ വഴിയും ഈ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ കർത്താവായ ഈശോ നമ്മുടെ മധ്യയെ കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായും പൂർവ്വകാലങ്ങളിൽ പറഞ്ഞ അതേ കാര്യം, പ്രവാചകന്മാർ വഴി പറഞ്ഞ കാര്യം, രാജാക്കന്മാർ വഴി പറഞ്ഞ കാര്യം ഇതാ കർത്താവായ ഈശോയിൽ പൂർത്തീകരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുക. അപ്പം നമ്മളതിന് ആമീൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ആ വലിയ പദ്ധതിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് നമ്മോടിന്ന് സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷത്തിൽ പറയുക. പരിശുദ്ധ മാതാവ് വഴി ഔസേപ്പിതാവ് ദാവീദിന്റെ രാജവംശത്തിൽ നിന്നാണ് ഔസേപ്പിതാവ് വരിക. ഈ ഔസേപ്പിതാവിൻ്റെ ദാവീദിന്റെ രാജവംശത്തിൽ നിന്നും ഇതാ കർത്താവായ യേശു ജനിക്കുന്നു. ദാവീദിനോട് പറഞ്ഞ അതേ വാഗ്ദാനം പരിശുദ്ധ അമ്മയിലൂടെ യേശു കർത്താവ് നിറവേറ്റുകയാണ്. ദൈവമായ കർത്താവ് നിറവേറ്റുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറയുന്നത് ദൈവകൃപ എന്ന് പറയുക. നമ്മളും കൃപയുള്ളവരായിരിക്കുക, അനുഗ്രഹമുള്ളവരായിരിക്കുക, അഭിഷേകമുള്ളവരായിരിക്കുക. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു ജഡ്ജി വഴിയരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഇതാ ഒരു ഭിക്ഷക്കാരൻ ജഡ്ജിയോട് പറയുന്നു, എന്തെങ്കിലും തരണമേ. ആ ഭിക്ഷക്കാരനെ സൂക്ഷിച്ച് ജഡ്ജി വീക്ഷിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറയുന്നു, സാറേ, ഞാനും സാറും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച വ്യക്തികളാണ്. ഞാനൊരു ഭിക്ഷക്കാരനായി പോയി, അങ്ങൊരു ജഡ്ജിയായി മാറി. ആ ജഡ്ജി പറഞ്ഞു, എൻ്റെ സഹോദര, എൻ്റെ കൂട്ടുകാരാ, നീ ഒരിക്കലും ഇനി ഭിക്ഷക്കാരനായിട്ടിരിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ പോക്കറ്റിൽ നിന്നും ചെക്കെടുത്ത് ചെക്കിൽ ഒപ്പിട്ട് ആ ഭിക്ഷക്കാരന് കൊടുത്തു. എന്നിട്ട് അതാണ് ബാങ്ക്, അവിടെ പോയി നീ ആ ചെക്ക് കൊടുത്ത് പൈസ മാറിയെടുക്കുക.
ആ ഭിക്ഷക്കാരൻ തൻ്റെ മുഷിഞ്ഞ വസ്ത്രവുമായി ആ ബാങ്കിലേക്ക് ചെന്നു. ബാങ്കിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ സുന്ദരമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് മനോഹരമായിട്ടിരിക്കുന്ന വ്യക്തികൾ. അദ്ദേഹത്തെ പേടിയായി. കാരണം എന്നെ ആ ബാങ്ക് ഉദ്യോഗസ്ഥർ പിടിച്ച് ജയിലിലടക്കുമോ, ഞാൻ മുഷിഞ്ഞ വസ്ത്രമായിട്ടല്ലേ ചെല്ലുന്നത്. അദ്ദേഹം തിരിച്ചു പോകുന്ന ചെക്ക് മാറിയില്ല. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം അവിടെ തന്നെ ഭിക്ഷ യാചിക്കുന്ന സ്ഥലത്തിരുന്നു. ജഡ്ജി അതിലൂടെ പാസ് ചെയ്യപ്പോൾ അവനെ കണ്ടു. നീ എന്താണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്? ആ പൈസ മാറിയില്ലേ? നിനക്ക് സുന്ദരമായിട്ട് മനോഹരമായിട്ട് ജീവിക്കാനുള്ള പൈസയാണ് ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഈ മുഷിഞ്ഞ വസ്ത്രവുമായി ബാങ്കിൽ ചെന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നെ പിടിച്ച് ജയിലിലാക്കും. അപ്പോൾ ആ ജഡ്ജി പറയുന്നു, എൻ്റെ കൂട്ടുകാര, ഒരിക്കലുമില്ല, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ ചെല്ലുക, ചെക്ക് മാറുക. ആ ജഡ്ജി കൂടെ ചെന്ന് ആ ഭിക്ഷക്കാരനായ സുഹൃത്തിന് ആ ചെക്കിലെ പൈസ എല്ലാം മാറിക്കെട്ടി. അവൻ വലിയ പണക്കാരനായി, സുന്ദരമായി വീട് പണിത് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രമില്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഭിക്ഷക്കാരന് തൻ്റെ കൂട്ടുകാരൻ്റെ ജഡ്ജിയുടെ ഒരു ഒപ്പാണ് വലിയ സമ്പത്തിന് ഉടമയായി തീരുക. നമ്മളും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടണമോ, ദൈവത്തിൻ്റെ കൃപയുള്ള മകനായി തീരുക. ദാവീദ് ദൈവകൃപയിൽ ഇസ്രായേൽ രാജാവായി ഇന്നും എല്ലാ ജനങ്ങളുടെ മധ്യേ, യഹൂദന്മാരുടെ മധ്യേ ഇന്നും ദാവീദ് രാജാവ് പ്രശസ്തനാണ്, അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനാണ്. പൗലോസ് ശ്ലീഹ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനാണ്. ജോബ് ഒത്തിരി പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടായി ജീവിച്ചവൻ, പക്ഷേ ഇന്നും കർത്താവിൻ്റെ നീതിമാനായ ജോബ് എന്ന് പറയുക. ദാനിയേൽ പ്രവാചകനും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനാണ്. നമുക്കും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരാകാം. മാതാവ് പറഞ്ഞല്ലോ, ഇതാ കർത്താവ് ദാസി, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകളായി തീരാം. എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും മറ്റേ അതിനെ അതിജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഭക്തിപൂർവ്വം ഏറ്റുവെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴിയായി സ്ഥലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി തീർന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലേഖനങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളെ മോചനത്തിനായുള്ള ഏകജനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യരെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉണ്ണിയേശോയുടെ തിരുപ്പിറവിക്കായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കനിയണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റുവെല്ലാം. അവിടുന്ന് തന്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വദാ കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ സന്യാസികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സഭയെ ആത്മീയ കൃപയാൽ നിറക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. അവിടുത്തെ സംരക്ഷണയാൽ ഈ കാലഘട്ടം മുഴുവനും സമാധാനവും സന്തോഷം കൊണ്ട് നിറയുവാൻ അവിടുത്തെ കൃപയാൽ നമ്മെ നയിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ സന്മനസ്സുള്ളവരായി തീരുവാൻ, നീതിയിലും സത്യത്തിലും ധർമ്മത്തിലും ജനങ്ങളെ നയിക്കുവാൻ, ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി
എല്ലാ ഭരണകർത്താക്കളും സേവനം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മുടെ കുടുംബങ്ങളിലും രോഗികളായി, കൊറോണ രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവർ, രോഗങ്ങളാൽ ഒറ്റപ്പെട്ടു പോയവർ, സാമ്പത്തികമായും ഒത്തിരി കഷ്ടപ്പെടുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അവരെല്ലാവരെയും ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. വിദേശ രാജ്യങ്ങളിലും അന്യനാടുകളിലും ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്നവർ, വിദേശായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തുപരിപാലിക്കുകയും സമാധാനവും സന്തോഷവും ഐശ്വര്യം നൽകി നന്മയിൽ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന. വിവാഹത്തിനായി ഒരുങ്ങുന്ന എല്ലാ യുവതിവാക്കളെ അനുഗ്രഹിക്കണമേ. വിവാഹിതരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതോടൊപ്പം അവസരപിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശ്വരുടെ മാതൃകയിൽ കുടുംബജീവിതം സുന്ദരമായി തരുവാൻ എല്ലാ വിവാഹിതരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നവരോ അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനയിൽ ലോകഗതി നയിക്കപ്പെടുവാൻ അങ്ങേ സഭ നിരന്തരം പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളവിയലാം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. ആത്മീയ പാനീയമായി ഈ വീഞ്ഞ് ഞങ്ങൾ സ്മരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവ്വസൃഷ്ടികൾ നാലുമായി സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ തന്റെ ശക്തിയാൽ പരിപൂർണമാക്കിയ പരിശുദ്ധാത്മാവ് അങ്ങേ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട കാഴ്ചദ്രവ്യങ്ങൾ പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നതല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണങ്ങൾ അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹവായ്പോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നതിൽ തൽപരരായി കാണുവാനും അങ്ങേ മനുഷ്യാവതാര രഹസ്യത്തിന് സന്തോഷപൂർവ്വം ഒരുങ്ങുവാൻ അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും ഇണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പാം, മുട്ടുകൾ മടക്കാം, കർത്താവിൻ്റെ ക്രൂശിതത്തിലേക്ക് നോക്കാം. കർത്താവിൻ്റെ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞല്ലോ, കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെയാണ്, ദൈവം നമ്മോടുകൂടെ. എമ്മാനുവേൽ. ഉണ്ണിയേശോ പുൽക്കോടി പിറക്കുവാൻ ഒരുങ്ങുന്ന സുന്ദരമായ ദിവസങ്ങളിലേക്ക് നാം അടുക്കുകയാണ്. കൃപയുള്ളവരായിത്തീരാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിത്തീരാം. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ഈശോയെ പരിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ഈശോയെ ഹൃദയത്തെ സ്വീകരിക്കാം. നമുക്ക് ആരാധിക്കാം. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസകലത്തിൽ
സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗ്യിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളേ. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളേ. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമായി ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ സന്യാസിനികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ കാത്തുകൊള്ളണമേ. ദൈവമേ, ഈ ലോകത്ത് നിന്ന് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ മരിച്ചുപോയ എല്ലാവരെയും അങ്ങ് സ്വർഗ്ഗസന്നിധിയിൽ സ്വീകരിക്കണം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ബലിയെ പങ്കുചേരുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രികസ്ഥയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ അവസരപിതാവിനും അപസ്തലഗണത്തോടും എല്ലാ വിശുദ്ധനുമൊത്ത് നിത്യജനം പങ്കുചേരുവാൻ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധനായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതനായി നിർഭയം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താനാ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം ആരിലും ആയിടേണം. അന്നോ വേണ്ടുന്നോരാഹാരം ഇന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാവരെയും അങ്ങേ സഭയുടെ വിശ്വാസത്രക്കന്മാർ അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ക്രിസ്തുമസ് ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുസ്വരക്തങ്ങളെ സ്വീകരണം
നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിത്യരക്ഷയുടെ ആചാരം സ്വീകരിച്ച് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. രക്ഷാകരമായ തിരുനാളിൻ്റെ മകനീയമായ സുദിനം ആസന്നമാകും തോറും അങ്ങേ പ്രിയപുത്രൻ്റെ ജനനത്തിൻ്റെ രഹസ്യം യോഗ്യതയോടുകൂടെ ആഘോഷിക്കുവാനുള്ള ഭക്തിദേശത ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.